السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. അഭ്യന്തരായ കോർഡിനേറ്റർ കെ സദുദ്ദീൻ, സഹോദരൻ റഷീദുദ്ദീൻ, സഹോദരന്മാരായ യാസിർ, അബ്ദുൽ ഹമീദ്, വേദിയിൽ സന്നിഹിതനായി നമ്മോട് സംസാരിക്കേണ്ട ശ്രീമാൻ ഭരദ്വാജ്, സദസ്സിൽ സന്നിഹിതരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, പുതിയ കേരളം വികസന ഫോറം എന്ന ശീർഷകത്തിൽ സോളിഡാരിറ്റി സംഘടിപ്പിച്ച അതിബൃഹത്തായ ത്രിദിന സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസത്തെ ഏറ്റവും മഹത്തരമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുക, ഈ വിഷയം ആകണമായിരുന്നു നമ്മുടെ വികസന ഫോറത്തിൻ്റെ മുഖ്യ അജണ്ട. കാരണം വികസനം ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും വികസനക്ഷമമായ മേഖലകൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നതും വികസനം ലഭ്യമാണ് എന്ന് തോന്നുന്ന ഏത് മേഖലയിലും കൈയഴിച്ച് പങ്കാളിത്തം വഹിക്കുവാനും സംഭാവനകൾ അർപ്പിക്കുവാനും സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് പ്രവാസികളാണ്. അതുകൊണ്ട് പ്രവാസ കേരളത്തിൻ്റെ മിടിപ്പും തുടിപ്പും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൗഢമായ സദസ്സാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ എന്തുതന്നെയായാലും ശരി, ഈ സദസ്സിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ വരേണ്ടിയിരുന്നത് അതേപോലെ തന്നെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ MA യൂസുഫ് അലി സാഹിബ്, പത്മശ്രീ യൂസുഫ് അലി സാഹിബ്. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി ശാന്തിക്കാരനില്ലാതിരിക്കുമ്പോൾ മുട്ടുശാന്തി എന്ന നിലയ്ക്ക് എന്നെ ക്ഷണിച്ചതാണ്. എന്തായാലും പ്രവാസ ലോകത്തിൻ്റെ വേഗം നോവും അതിൻ്റെ ആഴവും പരപ്പും അറിയുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ക്ഷണിച്ചപ്പോൾ പ്രവാസികളുടെ പ്രതിനിധിയായിക്കൊണ്ടെങ്കിലും ചില വാക്കുകൾ നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്ന് കരുതി ഞാൻ ആ ക്ഷണം സ്വീകരിച്ചതാണ്. അതിനാൽ ഈ മുട്ടുശാന്തിയെ നിങ്ങൾ ശാന്തിക്കാരനായി ഒരിക്കലും ധരിക്കരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. വിശേഷിച്ചും ഈ ചർച്ച വളരെ പ്രൗഢമായൊരു ചർച്ചയാണ് എന്ന് ആമുഖത്തിൽ നമ്മുടെ കോർഡിനേറ്റർ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് ഏറ്റവുമേറെ സംഭാവനകൾ അർപ്പിക്കുവാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു വിഭാഗമാണ് പ്രവാസികൾ, വിശിഷ്യ കേരളത്തിലെ പ്രവാസികൾ. വിഷയം പ്രവാസവും കേരള വികസനവും എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാസം എന്താണ്, കേരള വികസനം എന്താണ് എന്നതിനെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാട് ഞാനിവിടെ പറയുകയാണ്. രണ്ടു തരം പ്രവാസമുണ്ട്. ഒന്ന് നിർബന്ധിതാവസ്ഥയിലുള്ള പ്രവാസം, മറ്റൊന്ന് ഐച്ഛികമായ പ്രവാസം. വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ പോകാതിരിക്കാം. ഞാൻ ഐച്ഛിക പ്രവാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അത് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ടതില്ല എന്നൊരവസ്ഥയിൽ ഒരു ബാധ്യതയുടെ നിർവഹണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുത്ത ഗൾഫ് മാധ്യമത്തിൻ്റെ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി സ്വയം പ്രവാസം സ്വീകരിച്ച ഒരു ഐച്ഛിക പ്രവാസിയാണ്. നിർബന്ധിതാവസ്ഥയിൽ പ്രവാസം സ്വീകരിച്ച ആളുകളാണ് ലക്ഷോപലക്ഷം മലയാളികളായ ആളുകൾ. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോൾ, കുടുംബം പുലർത്താൻ കഴിയാതെ വരുമ്പോഴൊക്കെ തന്നെ ഒരഭയകേന്ദ്രം കണ്ടെത്തുകയായിരുന്നു അവർ. അതിനാൽ പ്രവാസത്തിൻ്റെ അത്തരം ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സ് വേവുന്ന നോവുന്ന മനസ്സുമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ലക്ഷക്കണക്കിനുണ്ട് അവർ. കേരളത്തിലുള്ള മലയാളികളായ ആളുകൾ പ്രവാസം ആരംഭിച്ചത് വളരെ മുമ്പ് തന്നെ പ്രവാസം ആരംഭിച്ച സമൂഹമാണ് യഥാർത്ഥത്തിൽ കേരളീയർ.
അവർ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് തന്നെ ആരംഭിച്ചതായിരുന്നു മലയാളിയുടെ പ്രവാസം. ബർമ്മ, സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, കറാച്ചി, ഢാക്ക, ചിറ്റഗോങ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ മലയാളികൾ പ്രവാസം നയിച്ചിരുന്നു. പ്രവാസത്തിന്റെ പ്രയാണം അവർ ആരംഭിച്ചിരുന്നു. പിന്നീട് പെട്രോളിന്റെ ആഗമനത്തോടു കൂടിയാണ് 1970-കളിൽ കേരളീയർ ഗൾഫ് നാടുകളിലേക്ക് പ്രവാസം ആരംഭിച്ചത്. ഈ പ്രവാസത്തിന് മുമ്പ് തന്നെ, ഗൾഫ് നാടുകളിലേക്കുള്ള പ്രവാസത്തിന് മുമ്പ് തന്നെ കേരളീയരായ ആളുകൾ ദേശ ഭാഷാ വ്യത്യാസമില്ലാതെ, ചക്രവാളങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിച്ചേരുകയും അവിടുത്തെ സംസ്കാരങ്ങളും സംസ്കൃതികളും സമ്പ്രദായങ്ങളുമൊക്കെ മനസ്സിലാക്കുകയും പലരും അതാത് നാടുകളിലെ ഭാഷ സ്വായത്തമാക്കുകയും ആ നാട്ടിന്റെ സംസ്കാരത്തെ സ്വാംശീകരിക്കുകയും അതിൽ വിലയം പ്രാപിക്കുകയും ചെയ്ത ആളുകളാണ്. ഇത് വലിയൊരു കഴിവാണ്. യഥാർത്ഥത്തിൽ മലയാളിയുടെ ഏറ്റവും വലിയ ഒരു കഴിവാണ് ഈ സ്വാംശീകരണവും സ്വായത്തമാക്കലും. മലയാളികൾക്ക് മാത്രം കഴിയുന്ന ഒരു കഴിവാണ് എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാണ്മയുടെ തനിമ ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ ആഗോളവൽക്കരണത്തിന്റെ തുടക്കക്കാരൻ മലയാളിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്നതാണ്. ആഗോളവൽക്കരണം തന്നെ തുടങ്ങിയത് മലയാളികളാണ്. ഇന്ന് ഈ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ടെർമിനോളജിയായി ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്ലോബലൈസേഷൻ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നടപ്പിൽ വരുത്തിയത് മലയാളികളാണ്. ഭാഷ പഠിച്ചു, സംസ്കാരം പഠിച്ചു, ഓരോ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചു, അവിടുത്തെ കച്ചവട വാണിജ്യ വ്യവസായ വൽക്കരണത്തിന്റെ മേഖലകൾ പഠിച്ചു, അതിൽ തങ്ങളുടേതായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് ആഗോളവൽക്കരണത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ അർപ്പിച്ചത് നമ്മുടെ മലയാളികളാണ്. ഈ മലയാളികൾ അവിടേക്ക് തന്നെ പോയിട്ട് അവരെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകളാണ്. കച്ചവടം നടത്തി, കൃഷി നടത്തി, അവിടെ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, കുടുംബം പുലർത്തി. അതോടൊപ്പം തന്നെ മീഡിയകൾ വരെ കൈകാര്യം ചെയ്തിരുന്ന ആളുകളുണ്ട്. പല മലയാളികളും വിവിധ രാഷ്ട്രങ്ങളിലെ വളരെ ഉന്നതസ്ഥാനീയരായ ആളുകളായിരുന്നു. സിംഗപ്പൂരിലുള്ള ഒരു പ്രസിഡന്റ് തന്നെ ആയിരുന്നവർ നായരെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ തന്നെ വിവിധ നാടുകളിൽ ചെന്ന് അവിടുത്തെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ആയി വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആഗോളവൽക്കരണത്തിന്റെ തുടക്കം കുറിച്ചത് മലയാളികളാണ് എന്ന്. സഞ്ചാരം മലയാളിയുടെ ലോകപരിചയവും പൊതുവിജ്ഞാനവും അതിലൂടെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ പ്രവാസിയുടെ മലയാളിയുടെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിന്റെ അഭിവാഞ്ഛയുണ്ടാക്കുകയും അതേപോലെ തന്നെ വികസനത്തിന്റെ അതിമോഹം അവരിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും മലയാളി തുടക്കം മുതൽ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ലോകരാഷ്ട്രങ്ങളുമായി പലവിധത്തിലും കച്ചവടബന്ധം നടത്തിയിരുന്ന മലയാളികൾ അഥവാ അറബിക്കടലിന്റെ ഓരങ്ങളിൽ വന്നടഞ്ഞിരുന്ന പായക്കപ്പലുകളിലുള്ള വിദേശികളായ കച്ചവടക്കാർ അവിടെ സംസ്കാരം കൊണ്ടുവന്നു. നമുക്കറിയാം, ക്രിസ്തുവിന് എത്രയോ മുമ്പ് തന്നെ ജൂത സംസ്കാരം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ജൂതന്മാരായ ആളുകൾ കപ്പലിൽ വന്ന് അവിടെ സംസ്കാരം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആരാധനാലയങ്ങൾ പോലും ഇപ്പോഴും നമ്മുടെ ഈ കൊച്ചിയിൽ അവശേഷിക്കുന്നുണ്ട്. അതിനുശേഷം AD 2-ാം ആണ്ടിൽ ക്രിസ്തുവിന്റെ അനുയായികളായ ആളുകൾ ഇവിടെ വന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ സ്ഥാപിച്ചു, ക്രൈസ്തവ വിശ്വാസം ഇവിടെ പ്രചരിപ്പിച്ചു. ഇസ്ലാമിന്റെ ആവിർഭാവത്ത് കാലത്ത് തന്നെ 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ഒക്കെ ആയി മുമ്പ് കാലത്ത് തന്നെ വന്നിരുന്ന അറബികൾ പിന്നീട് ഇസ്ലാമിന്റെ സന്ദേശവുമായി ഇവിടെ വന്ന് അവർ കച്ചവടം ചെയ്യുകയും സന്ദേശം വ്യാപിപ്പിക്കുകയും ഇവിടെ ഇസ്ലാമിക ഗേഹങ്ങൾ പണിയുകയും പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തതും നമ്മുടെ ചരിത്രമാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ കച്ചവടവും സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ട് പരസ്പര വിനിമയത്തിലൂടെ, ആശയ സംവാദത്തിലൂടെ, കൊള്ളക്കൊടുക്കുകളിലൂടെ, ആദാനപ്രദാനങ്ങളിലൂടെ സംസ്കാരത്തിന്റെ വിനിമയം നടത്തിയ വലിയൊരു സമൂഹമാണ് യഥാർത്ഥത്തിൽ മലയാളികൾ. അതുകൊണ്ട് തന്നെ ഈ പ്രവാസം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ മഹത്തായ ചരിത്രം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മറ്റൊന്ന്, നാടിന്റെ സർവതോമുഖമായ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന കൽപ്പിച്ച അവരായിരുന്നു. ആ പ്രവാസികൾ മുമ്പ് കാലത്ത് തന്നെ നാട്ടിൽ പല വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലും അവർ പങ്കാളിത്തം വഹിച്ചിരുന്നു. ഇന്നും അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനം അവരുടെ ഒരു സ്വപ്നമാണ്. യഥാർത്ഥത്തിൽ നാട്ടിന്റെ വികസനം സ്വയം കുടുംബത്തിന്റെ സംരക്ഷണത്തോടൊപ്പം തന്നെ നാട്ടിനെ വളർത്തിയെടുക്കുകയും അത് ഉയർത്തിയെടുക്കുകയും ആ സംസ്കാരത്തനിമയെ പുറം ലോകത്തെത്തിക്കുകയും ചെയ്യുക എന്ന
അതിമഹത്തായ ഒരു അന്തർദാഹം അവിടെയൊക്കെ തന്നെ മനസ്സിലുണ്ടായിരുന്നു. ഇത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അത് ആ വികസനത്തിന് ഒരുപാട് ഗുണവശങ്ങൾ ഉണ്ടായിരുന്നു. ആ വികസനം തന്നെയാണ് അഥവാ പ്രവാസിയുടെ മലയാളിയുടെ ആഗോളവൽകൃതമായ പ്രവാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണവശമാണ് നമ്മുടെ സാക്ഷരത എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഗുണവശമാണ് സംഘശക്തി എന്നത് നാം മനസ്സിലാക്കുക. മതേതര സംസ്കാരം നമ്മിൽ ഉണ്ടായിത്തീർന്നത് അതുകൊണ്ട് തന്നെയാണ്. ജനാധിപത്യ അവബോധവും നമുക്കുണ്ടായിത്തീർന്നത് അതുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിൽ അസ്വതന്ത്രരായി കഴിഞ്ഞിരുന്ന ഇന്ത്യക്കാരുടെ വിമോചന സ്വാതന്ത്ര്യ മനസ്സിനെ അതിന് തീക്കൊളുത്തുവാനും അതിനെ ചടുലമാക്കുവാനും അതിനെ ശക്തമാക്കുവാനും മലയാളിക്ക് കഴിഞ്ഞത് ഒരർത്ഥത്തിൽ ഈ വിശാലമായ ആഗോളവൽകൃത സംസ്കാരത്തിന്റെ സൃഷ്ടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രബുദ്ധത. ഇന്ന് ഇന്ത്യയുടെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വിഭാഗം നമ്മുടെ മലയാളികളാണ്. സാമ്പത്തിക വളർച്ചയും നമുക്കതിലൂടെ തന്നെ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. സാംസ്കാരികമായ ഉന്നതി, ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാംസ്കാരികമായ ഉന്നതി ഇതര സംസ്ഥാനങ്ങളിലുള്ള ഇന്ത്യക്കാരെ അപേക്ഷിച്ച് ഏറ്റവും ഉന്നതമായ ഒരു സാംസ്കാരിക സ്വഭാവ വിശേഷം നമുക്കുണ്ടായി വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന ഒരു സമന്വയത്തിൽ നിന്ന് വിവിധ സംസ്കാരങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്നുണ്ടായിത്തീർന്ന ഒരു മഹത്തായ ഒരു ഗുണവശമാണ്. സ്ത്രീ ശാക്തീകരണം പോലുള്ള സംഗതികളിലും നാം വളരെയേറെ മുന്നിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതേപോലെ തന്നെ വികസനത്തിന്റെ ദൂഷ്യവശങ്ങളുണ്ട്. അത് ആ വികസനത്തെ യഥാർത്ഥ വശത്തിലൂടെ അല്ലാതെ നയിക്കുമ്പോൾ അതിന്റെ വഴിതെറ്റിയുള്ള വികലമായ ചലനങ്ങളിലൂടെയുള്ള വികസനം യഥാർത്ഥത്തിൽ അതിന്റെ ദൂഷ്യവശങ്ങളും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് ഏറ്റവും വലുത് മോബോക്രസിയാണ്. ജനങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന അക്രമാസക്തമായ ഒരുതരം മോബോക്രസി അത് വളരെ കൂടുതൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രശ്നങ്ങളും പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി എന്നും തന്നെ നാട്ടിൽ ചടുലങ്ങളായ ചില സംഗതികൾ ഉണ്ടാക്കുകയും അതിലൂടെ ആക്രമണോത്സുകതയിലേക്ക് തന്നെ അഗ്രസീവത്തിലേക്ക് തന്നെ ചെടുത്തി ചാടുകയും ചെയ്യുന്ന ഒരു മനസ്സ് ദൗർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വർഗീയതയും വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ വികസനത്തിന്റെ യഥാർത്ഥ വഴിവിട്ടു പോകുമ്പോൾ എല്ലാം വികസിക്കുന്നു. മതങ്ങൾ വികസിക്കുന്നു, മതാലയങ്ങൾ വികസിക്കുന്നു, മതവിശ്വാസങ്ങൾ വികസിക്കുന്നു, പാഠശാലകൾ വികസിക്കുന്നു, അതേപോലെ തന്നെ മത സംസ്കാരങ്ങൾ വികസിക്കുന്നു. ആ വികസനത്തിൻ്റെതായ ഒരു തരത്തിലുള്ള സങ്കുചിതത്വവും പരസ്പര മാത്സര്യത്തിലൂടെ ഉണ്ടായിത്തീർന്ന വർഗീയതയും ഇന്ന് വലിയ ഭീഷണിയായി നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലത്തെ ഒരുതരം വൈറ്റ് കോളർ സംസ്കാരം നമുക്കുണ്ടായി വരുന്നുണ്ട്. ആ വൈറ്റ് കോളർ സംസ്കാരം തന്നെയാണ് യഥാർത്ഥം നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയൊരു അധപ്പതനത്തിന് കാരണമായി തീർന്നതെന്ന് മനസ്സിലാക്കുക. രാഷ്ട്രീയ പക്ഷപാതിത്വവും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സാമ്പത്തിക ഉച്ചനീചത്വം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വികസനം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ അന്തരവും വർദ്ധിക്കുന്നത് വികലമായ വികസനത്തിന്റെ ഏറ്റവും വലിയ ദുഷ്ടസന്തതിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദുർഭഗ സന്തതിയുടെ ഏറ്റവും ദുർഭഗമായ തലമുറകളെയാണ് നാം ഇപ്പോൾ നമ്മുടെ ചുറ്റിലും പറ്റിലും ഓരങ്ങളിലും തീരങ്ങളിലും ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലവാരങ്ങളിലും കടലോരങ്ങളിലും ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം മർദ്ദിതരായ, പീഡിതരായ, ഉച്ചനീചത്വത്തിന് വിധേയരായ, സാമ്പത്തിക അച്ചടക്കമില്ലാതെ അടിച്ചമർത്തപ്പെട്ടവരായ ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജാതി വർഗ വിവേചനവും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ വസ്തുതയാണ്. അതേപോലെ ഇന്ന് കേരളക്കരയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നാം പ്രബുദ്ധരാണ്, സാക്ഷരരാണ് എന്നൊക്കെ തന്നെ ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കാറുണ്ടെങ്കിലും നമ്മെ ലജ്ജിപ്പിച്ച് തരതാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള സ്ത്രീ പീഡന വാർത്തകളാണ് നിത്യേനയെന്നോണം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മുടെ ഈ വഴിവിട്ട വികസനത്തിന്റെ ദുർഭഗ സന്തതിയാണെന്ന് പറയാതെ വയ്യ. അതേപോലെ തന്നെ ധാർമ്മികമായ അധപ്പതനം, സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ആരാണ് മുമ്പൻ, ആർക്കാണ് കൂടുതൽ കയ്യൂക്ക് എന്ന് തെളിയിക്കുന്നിടത്തോളം ഉള്ള ഒരുതരം മത്സരബുദ്ധിയാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ കേരളം യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ദുശ്ശകുനകരമായ അവസ്ഥയിലേക്ക് വഴുതി വീഴുവാൻ കാരണം നമ്മുടെ തന്നെ കഴിവുകേടാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കഴിവുകേടാണ്, നമ്മുടെ തന്നെ കഴിവുകേടാണ്. നാം മനസ്സിലാക്കുക, നമ്മുടെ ഭാരതം അത്യുത്തര ഭാരതത്തിൽ ഡൽഹി, അവിടെ രാജാക്കന്മാർ വാണരുളുമ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ പ്രദേശങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വിസ്മൃതമായി കിടക്കുന്ന കേരളത്തിന്റെ തന്നെ തലസ്ഥാനം അതിദക്ഷിണ കേരളത്തിലാണ്.
ദക്ഷിണ കേരളത്തിന്റെ അങ്ങേയറ്റത്ത്. അതുകൊണ്ട് വടക്കേ മലബാർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വികസന കാര്യത്തിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നാക്കം നിൽക്കുന്ന കേരളത്തിന്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മലബാറിന്റെ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ നമ്മുടെ വികസനത്തിന് ഇടങ്കോലിടുന്ന, വികസനത്തിന് കറുപ്പ് ചായമടിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നാം മനസ്സിലാക്കുക സഹോദരന്മാരെ, നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത് സമഗ്രമായൊരു വികസനമാണ്. ഈ സമഗ്ര വികസനത്തിന് നമ്മുടെ പ്രവാസികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചർച്ചകളാണ് ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത്. 25 ലക്ഷം മലയാളികളുണ്ട് ഗൾഫ് നാടുകളിൽ. 2.5 കോടിയോളം പോകുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്രിമിയിലേറാണ് യഥാർത്ഥത്തിൽ 25 ലക്ഷം വരുന്ന ഈ മലയാളികൾ. ഈ മലയാളികൾ അവർ ഇന്ത്യക്കാരായ പ്രവാസികൾ, NRIs, ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ അതിമഹത്തരമാണ്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രതിഭ പാട്ടീൽ, നമ്മുടെ ബഹുമാന്യ പ്രതിഭ പാട്ടീൽ പ്രസിഡന്റ് അവർ ഈയിടെ UAE സന്ദർശിച്ചപ്പോൾ അവരുടെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ പറഞ്ഞു, പ്രവാസികളായ കേരളീയർ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസികളായ ഇന്ത്യക്കാർ 2008 $51.6 ബില്യൺ ഇന്ത്യയിലേക്ക് അയച്ചു. 2009 അവർ $55 ബില്യൺ ഇന്ത്യയിലേക്ക് അയച്ചു. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിലേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ട് നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. വേൾഡ് ബാങ്ക് കണക്കാക്കിയതിനേക്കാൾ 17% കൂടുതലാണ് ഇന്ത്യക്ക് പ്രവാസികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ നാണയം. 2010 ആഗോള സാമ്പത്തിക മാന്ദ്യം കാരണം സുരക്ഷിത മേഖല എന്ന നിലയ്ക്ക് പ്രവാസികൾ ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചതായും കണക്കുകൾ പറയുന്നു. 60 ബില്യണിലേറെ 2010 നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ചൈനയേക്കാൾ വളരെ വളരെ കൂടുതലാണ്. നമ്മേക്കാൾ ജനസംഖ്യയുള്ള ചൈനയേക്കാൾ, വികസിത രാഷ്ട്രമായ ചൈനയേക്കാൾ ഏറ്റവും കൂടുതലാണിത്. ചൈനയിൽ 2009 $47 ബില്യൺ മാത്രമാണ് നിക്ഷേപം ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളീയരായ ആളുകൾ നമ്മുടെ കേരളത്തിലേക്ക് എത്ര സംഖ്യ അയച്ചുകൊണ്ടിരിക്കുന്നു. 2008 $43,288 കോടിയാണ് അന്നത്തെ കണക്ക് പ്രകാരമുള്ള 21.9 ലക്ഷം മലയാളികൾ കേരളത്തിലേക്ക് അയച്ചിട്ടുള്ളത്. 2009 കണക്ക് പ്രകാരം 37,019 കോടി. എന്നാൽ അതേക്കാളേറെ ഒരുപാട് കോടികൾ പിന്നീടും വന്നിട്ടുണ്ട് എന്നതാണ് കണക്കില്ലാത്ത അകണക്കമായ കണക്കുള്ളത്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്കറിയാവുന്നതാണ് വിദേശത്ത് നിന്ന് നമ്മുടെ വിദേശ നാണയ ശേഖരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു CDSന്റെ കണക്കാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. കേരള സർക്കാരിന്റെ വാർഷിക റവന്യൂ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ബജറ്റിൽ വാർഷിക റവന്യൂവിന്റെ 1.25 ഇരട്ടി വരും ഈ നിക്ഷേപം എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 1996 ഇതിന്റെ പ്രവാസികളുടെ അവരുടെ സമ്പാദ്യങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയും അതിന് സമാഹരിച്ചുകൊണ്ട് ഇവരെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയും നോർക്കയുടെ ഒരു ഫീൽഡ് ഗ്രൂപ്പായിക്കൊണ്ട് പിന്നീട് റൂട്ട്സ് ഉണ്ടാക്കി കേരള ഗവൺമെന്റ് ഒരുപാട് പണിയെടുത്തിട്ടുണ്ടെങ്കിലും അത് വികസന പ്രവർത്തനങ്ങളിൽ ആസൂത്രിതമായി നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം ഖേദപൂർവ്വം വേദനാപൂർവ്വം നാം ഓർക്കുകയാണ്. ഒരർത്ഥത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും അത് ദുർവ്യയം ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ കാരണം എന്താണ്? നമ്മുടെ നാട് ഇന്ത്യയിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമല്ലെങ്കിലും നമ്മുടെ നാട് എല്ലാത്തിലും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഉൽപാദന രംഗത്ത് നാം വളരെ പിറകോട്ടാണ്, കാർഷിക രംഗത്ത് പിറകോട്ടാണ്, വ്യാവസായിക രംഗത്ത് പിറകോട്ടാണ്. നാം ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനവുമാണെന്ന് മനസ്സിലാക്കുക. ആഗോളതലത്തിൽ നടത്തപ്പെട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണത്. നമുക്ക് യഥാർത്ഥത്തിൽ കാശുണ്ട്. ആളോഹരി വരുമാനം നമ്മുടെ സാധാരണ പറയുന്നത് വാർഷിക വരുമാനം 63,000 ഉറുപ്പിക ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പഞ്ചാബിലുള്ള കണക്ക്, അത് ഏറ്റവും സമ്പന്നരായ വിഭാഗമുള്ളത് പഞ്ചാബിലാണ്. അവിടെ 42,000 ഉറുപ്പികൾ. എന്നാൽ അതേക്കാൾ കൂടുതൽ 63,000 ഉറുപ്പികയുടെ ആളോഹരി വരുമാനം നമ്മുടെ കേരളത്തിൽക്കാരുണ്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇത് പ്രവാസികളുടെ പണമാണ്. യഥാർത്ഥത്തിൽ വന്നുകൂടി ഇവിടെ ഉൽപാദനത്തിൽ നിന്നുണ്ടായതല്ല, കാർഷിക വൃത്തിയിൽ നിന്നുണ്ടായതല്ല, മറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് പ്രവാസ ലോകത്ത് നിന്നാണ്. ഈ 63,000 ഓരോ ആളോഹരി വരുമാനമുള്ള ഈ സംസ്ഥാനത്തിന്റെ ഈ വരുമാനത്തിന്റെ ഏറ്റവും ചെറിയൊരു വിഹിതം നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രജനനപരമായ, പ്രത്യുൽപാദനപരമായ, നിർമ്മാണപരമായ മേഖലകളിൽ നിക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പാദ്യമായി തീരുകയും നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. എന്നാൽ ഉൽപാദന രംഗത്ത് നാം വളരെ വളരെ പുറകിലാണ്. വികസന രംഗത്ത് നാം വളരെ പിന്നാക്കമാണ്. അതിന് കാരണം ഹർത്താലും സമരങ്ങളും
അതേപോലെ തന്നെ അക്രമ പ്രവർത്തനങ്ങളും പരസ്പരമുള്ള പോരും കുതികാൽ വെട്ടും ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണമായിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അരിക്കും പച്ചക്കറിക്ക് പോലും തമിഴിനെ ആശ്രയിക്കുന്ന ഒരു തരത്തിലുള്ള അവസ്ഥാവിശേഷം നമുക്ക് വരാൻ കാരണം എന്താണ്? നാം യഥാർത്ഥത്തിൽ ഇന്ന് അന്നോടെ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ട അത്യന്തം ദുർഭഗമായ ഗതികേടിലേക്ക് നാം എഴുത്തറിയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ വിചാരപരമായ ദോഷവും നമ്മുടെ വികസനപരമായ മോഹവുമാണ് ഒരർത്ഥത്തിൽ ഇതിനൊക്കെ തന്നെ കാരണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, വ്യവസായശാലകൾ വേണ്ടതുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, അതേപോലെ തന്നെ വ്യാവസായിക വാണിജ്യ മേഖലകൾ അതും സംസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്, വികസിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനൊക്കെ തന്നെ ശാസ്ത്രീയമായ അടിത്തറയുണ്ടാക്കുകയും വിചിന്തനത്തിലൂടെ ചർച്ചകളിലൂടെ നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും ചെയ്യാതെ ഇന്നും നമ്മുടെ ഗവൺമെന്റുകൾ പൊതുകടത്തിലേക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും കടം വാങ്ങിക്കൊണ്ട് കടം വർദ്ധിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് വികസനത്തിന്റെ ഏറ്റവും വലിയ ഉപാധിയായി അവർ കാണുന്നത്. 78,000 കോടി രൂപയിലാണ് നമ്മുടെ പൊതു കടം എന്ന് നാം മനസ്സിലാക്കും. 78,000 കോടി രൂപ. ഇത് ഇക്കൊല്ലത്തെ ബജറ്റിൽ റവന്യൂ കമ്മി 3736 കഴിഞ്ഞ കൊല്ലത്തെ റവന്യൂ കമ്മി 3736 കോടിയിൽ നിന്നും ഇപ്പോൾ 3736 കോടിയിൽ നിന്നും 6099 കോടിയായി നമ്മുടെ റവന്യൂ കമ്മി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മിയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. പ്രവാസികളിൽ നിന്ന് ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ, അതേപോലെ തന്നെ മറ്റു കടപ്പത്രങ്ങളൊക്കെ തന്നെ വാങ്ങിച്ച് സംഖ്യകൾ ശേഖരിക്കുകയാണെങ്കിൽ പ്രവാസികൾ ഇതിലേക്ക് നിക്ഷേപിക്കുവാൻ സന്നദ്ധരാണ് എന്ന് 101 പ്രാവശ്യം ആണയിട്ടുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സുതാര്യവും സുവ്യക്തവും സുഭദ്രവുമായ നിക്ഷേപ സാധ്യതകളുണ്ടെങ്കിൽ പ്രവാസികൾ അത് നിക്ഷേപിക്കും. നിങ്ങൾക്കറിയാമല്ലോ, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ആരുടേക്ക് മാറ്റിയമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസികളെ വഞ്ചിക്കുവാൻ വേണ്ടി കറക്ക് കമ്പനികൾ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപകൾ സംഭരിച്ച ഒരുപാട് കറക്ക് കമ്പനികളുടെ കഥകൾ മാധ്യമം പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ കറക്ക് കമ്പനികളൊക്കെ തന്നെ പ്രവാസികളുടെ നിക്ഷേപ ബോധത്തെയും അവരുടെ സമാഹരണ ആവേശത്തെയും ചൂഷണം ചെയ്തുകൊണ്ട്, അവർക്ക് ലാഭമോഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ മോഹിപ്പിച്ച് പരസ്യം നൽകി, പത്രങ്ങളിലൊക്കെ പരസ്യം നൽകി അവരുടെ കാശ് തട്ടിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ആസൂത്രിതമായ വിധത്തിൽ നിർമ്മാണാത്മകമായ മേഖലകളിലേക്ക് തിരിച്ചുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിക്ഷേപിക്കുവാൻ സന്നദ്ധരായ ആളുകളുണ്ട്. നിങ്ങൾക്ക് 78,000 കോടിയുടെ ഈ കടം നാളെ തന്നെ തിരിച്ചു നൽകാൻ പറ്റുന്ന വിധത്തിൽ പ്രവാസികൾ സർവാത്മന ഇതിൽ നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്ര തന്നെ അവഗണിച്ചാലും അവരുടെ മനസ്സ് ശുദ്ധമാണ്, ഉന്നതമാണ്. അവർ തങ്ങളുടെ നാട്ടിന്റെ മണ്ണും വിണ്ണും അതിനെ സ്നേഹിക്കുകയും അതിനെ പ്രേമിക്കുകയും അതിനെ വളർത്തിയെടുക്കുവാനും നന്നാക്കുവാനും പൊന്നാക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ നിങ്ങളുടെ ആഹ്വാനമുണ്ടെങ്കിൽ അതിൽ ചെവി കൊടുക്കുകയും സഹകരിക്കുകയും ചെയ്യും. ഇപ്പോൾ 100 കോടി മൂലധനമുള്ള ഇസ്ലാമിക് ബാങ്കിന്റെ കാര്യം നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക് അദ്ദേഹം ബജറ്റ് പ്രഭാഷണത്തിൽ തന്നെ പറയുകയുണ്ടായി. അദ്ദേഹം പല പ്രസ് കോൺഫറൻസുകളിൽ വന്ന് സൂചിപ്പിക്കുകയുണ്ടായി. 100 കോടി മൂലധന നിക്ഷേപം സമാഹരിക്കുക എന്നത് ഇസ്ലാമിക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ്. കാരണം ആ വിധത്തിൽ പലിശയിലധിഷ്ഠിതമായ നിക്ഷേപങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ പ്രവാസികളിലുണ്ട്. അവരുടെ നിക്ഷേപം നമുക്ക് ലഭിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുവാൻ, നമുക്ക് നല്ല വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റിന്റെ കാര്യം എനിക്ക് പറയാൻ കഴിയുകയില്ല, പ്രവചിക്കാൻ കഴിയുകയില്ല. ഏതായാലും ശരി, പ്രവാസി പങ്കാളിത്തത്തോടുകൂടി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അതിന് പ്രവാസികൾ സർവാത്മന സന്നദ്ധരാണ് എന്ന് പ്രവാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വിപ്രവാസിയായ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ശക്തമായൊരു ബോധവൽക്കരണം നമുക്ക് ആവശ്യമുണ്ട്. പ്രവാസികൾക്കിടയിലും പ്രവാസി കുടുംബങ്ങൾക്കിടയിലും. പ്രവാസി കുടുംബങ്ങളാണ് പ്രവാസികളെ കൊണ്ട് ദുർവ്യയം ശീലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ കുടുംബങ്ങൾ ദുർവ്യയം ശീലിപ്പിക്കുകയാണ്. കിട്ടുന്ന കാശൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ടെലിഫോൺ ചെയ്ത് ഉള്ള കാശ് മുഴുവൻ വാരിയെടുത്ത് ഇവിടെ ധൂർത്തടിച്ച് കളിക്കുന്ന തരത്തിലുള്ള ഒരു കുടുംബ സംസ്കാരം ദൗർഭാഗ്യവശാൽ വളർന്നു വന്നിട്ടുണ്ട്. ആ കുടുംബ സംസ്കാരം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വിവാഹമോചനങ്ങൾ ഉണ്ടാക്കുന്നു, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ഉണ്ടാക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കുന്നു, മക്കൾ അനാഥരായി പോകുന്നു.
ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് പ്രവാസികളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ശക്തമായ ബോധവൽക്കരണം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും നമുക്ക് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഗവൺമെന്റ് ശ്രമിച്ചാൽ, അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള NGOകൾ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. നാം അതിനുവേണ്ടി പണിയെടുക്കണം. ഇത്തരം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓരോ ദിവസവും ഗൾഫ് മാധ്യമം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങൾ, മനസ്സിൽ നോവോടുകൂടി നാറുന്ന വിഷയങ്ങൾ നോവോടുകൂടി അനുസ്മരിക്കുമ്പോൾ ആണ് ഞാൻ ഇക്കാര്യം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രവാസ ലോകത്തിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്, കുടുംബ ഗാർഹിക പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സമൂഹം ഒരു മദ്യാസക്തമായ, ധർമ്മവിരുദ്ധമായ, സദാചാര വിരുദ്ധമായ ഒരു സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ ഓരോ ഓണാഘോഷവേളകളിലും വിഷു ആഘോഷവേളകളിലും ക്രിസ്മസ് ആഘോഷവേളകളിലുമൊക്കെ തന്നെ ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. പ്രവാസികൾക്ക് വിചാരിച്ചാൽ മാത്രം സാധിക്കുന്ന കാര്യമല്ല, മറിച്ച് ഇവിടെയുള്ള ആളുകൾ കൂടി ഗവൺമെന്റ് സശ്രദ്ധമായ ഒരു പദ്ധതിയിലൂടെ തന്നെ അവരെ അതിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് ഒരു വിപത്ത് പോലെ വന്നിടിഞ്ഞിരിക്കുന്ന ലോട്ടറിയുടെ കാര്യം ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്. സമൂഹത്തിൽ ഇല്ലാത്തവനെ കൂടുതൽ ഇല്ലാത്തവനും ഉള്ളവനെ കൂടുതൽ ഉള്ളവനുമാക്കുന്ന കൃത്രിമത്വത്തിന്റെ കരാളമായ ഒരുതരം കിരാതമായ കളിയാണ് ലോട്ടറി എന്ന് പറയുന്നത്. ഇതിന് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മാധ്യമം തുടക്കം തന്നെ അതിന്റെ പരസ്യങ്ങൾ നിഷേധിച്ചു. അതേപോലെ തന്നെ മദ്യത്തിന്റെയും പരസ്യം ഇന്നിപ്പോ ആരെടുക്കാറില്ലെങ്കിലും മാധ്യമം തുടക്കം തന്നെ എടുക്കാറില്ല. അതേപോലെ മനുഷ്യ സമൂഹത്തിന് ഹാനികരമായ വിധത്തിലുള്ള എല്ലാറ്റിനെയും നാം അന്ന് തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അതൊന്ന് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോട്ടറിയും മദ്യവും സമൂഹത്തിൽ എന്തുമാത്രം മാരകമായ വിഷമയമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മധ്യ പൗരസ്ത്യ രാഷ്ട്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. രാഷ്ട്രീയമായ ചലനങ്ങൾ. മുല്ലപ്പൂ വിപ്ലവം യഥാർത്ഥത്തിൽ അതിൽ മുല്ലപ്പൂവല്ല വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും രക്തപുഷ്പങ്ങളാണ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്തപുഷ്പങ്ങൾ ഖദ്ദാഫിയുടെ പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ ഏറ്റുകൊണ്ട് പിഴഞ്ഞു മരിക്കുന്ന സഹോദരന്മാരെ നാം ഒരു ഭാഗത്ത് കാണുന്നു. യമനിൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു. അറബ് നാടുകളിൽ പലയിടത്തും വിപ്ലവം. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ചൂട് പറ്റിക്കൊണ്ട് തഹരീർ സ്ക്വയറിൽ നടന്ന വിപ്ലവത്തിന്റെ വിജയശ്രീലാളിതരായ ആളുകളുടെ ഭാവി എന്നതിനെ കുറിച്ച് നമുക്ക് പ്രവചിക്കുവാൻ സാധ്യമല്ല. എന്നാലും ചെറിയ ചലനങ്ങൾ ഗൾഫ് നാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഖത്തീഫിൽ നടന്നൊരു വെടിവെപ്പിന്റെ കാര്യം മലയാള പത്രത്തിൽ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ പ്രസിദ്ധീകരിക്കുവാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. യമനിൽ, ബഹ്റൈനിലും ചില സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ശരി, പ്രതീക്ഷാ നിർഭരമല്ല പ്രവാസിയുടെ ജീവിതം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചർച്ച ചെയ്യുമ്പോൾ, ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ എന്റെ മനസ്സ് നോവുകയാണ്. നാളെയുടെ ഗതി എന്തായിരിക്കും? ആ ഇറാഖിന്റെ കുവൈത്ത് അധിനിവേശ ഘട്ടത്തിൽ മലയാളികളെ, ഇന്ത്യക്കാരെ കുടിയൊഴിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് പ്രയാസപ്പെട്ട പ്രയാസം ഇന്ന് ഇവിടെ ഇവിടെ ഖദ്ദാഫിയുടെ നാട്ടിലും ലിബിയയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലുള്ള പ്രശ്നങ്ങൾ മറ്റു സ്ഥലങ്ങളിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുമോ എന്നതിനെ കുറിച്ച് പ്രവചിക്കുക സാധ്യമല്ല. സഹോദരന്മാരെ, നാം ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, നാം വരുന്ന ഈ കലാപകലുഷമായ അന്തരീക്ഷം അഥവാ വ്യാപിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വ്യാപിക്കുകയാണെങ്കിൽ ഉണ്ടായിത്തീരുന്ന പ്രവാസികളുടെ തിരിച്ചുള്ള പ്രവാഹത്തെ തടുക്കുവാൻ നമ്മുടെ കേരളക്കരയിൽ സാധ്യമല്ല. നമ്മുടെ കേരളക്കരയിൽ നിന്ന് സാധ്യമല്ല, സന്നദ്ധതയില്ല, നമുക്കത് സാധിക്കുകയില്ല. നാം ഇപ്പോൾ തന്നെ ആസൂത്രിതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. അതിനാൽ ഇന്ത്യയുടെ കുതിപ്പ് നമ്മുടെ ഭരണകർത്താക്കളൊക്കെ പ്രതീക്ഷയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ കുതിക്കുകയാണ് വലിയ വലിയ പുരോഗതിയിലേക്ക്. 2013 ആകുമ്പോഴേക്കും നാം വമ്പിച്ച നമ്മുടെ GDP, നമ്മുടെ സാമ്പത്തിക വരുമാനം ഇരട്ടിയാകും, 2 അക്കങ്ങളിൽ എത്തുമെന്നും 2018 ആകുമ്പോഴേക്കും അതിനേക്കാൾ വർദ്ധിക്കുമെന്നും അങ്ങനെ വമ്പിച്ച പ്രതീക്ഷകൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ കഷ്ടപ്പെടുന്ന പാവങ്ങളായ ആളുകൾ കഷ്ടപ്പാടിന്റെ പ്രയാസങ്ങളുടെ നീർച്ചുളിയിൽ തന്നെ ഉരുകി മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങരയിലെയും മുത്തങ്ങയിലെയും മറ്റും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്ലാച്ചിമടിയിലെ അനുഭവങ്ങൾ മുമ്പിലുണ്ട്. സോളിഡാരിറ്റി പോലുള്ള യുവജന സംഘടനകൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് മർദ്ദിതരെ, ശബ്ദമില്ലാത്തവരെ, അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളെ രക്ഷിക്കുവാനും അവർക്ക് അഭയം നൽകുവാനും വേണ്ടി
മുന്നിട്ടിറങ്ങിയതിന്റെ ധീരമായ കഥകൾ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആം ആദ്മിയിലേക്ക് നമ്മുടെ വികസനം വികസിപ്പിക്കുക, ആം ആദ്മിയിലേക്ക്, പൊതുജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് നമ്മുടെ ഈ വളർച്ച, നമ്മുടെ ഈ GDPയും മറ്റും അവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംസ്കാര സമ്പന്നമായ ഒരു തീരുമാനം നാം എടുക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, കേരളത്തിന് രക്ഷയുള്ളൂ, ഇന്ത്യക്ക് രക്ഷയുള്ളൂ, നമ്മുടെ മുഴുവൻ പ്രവാസികൾക്കും രക്ഷയുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിഷയത്തിന്റെ വിവിധ വശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ശരി, എനിക്ക് ഈ സന്ദർഭം നൽകിയതിന് ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവാസികളുടെ നാറുന്ന നൂറായിരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവാസികളോടൊപ്പം പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു പത്രത്തിന്റെ എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഈ മഹത്തായ ചർച്ച അള്ളാഹുവിന്റെ നാമത്തിൽ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ വിനയപുരസ്സരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.